ലോകത്തെ മാറ്റിമറിച്ച റെയിൽവേയുടെ ചരിത്രം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ ഒരൊറ്റ മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല. എന്നാൽ ആധുനിക ട്രെയിനിൻ്റെയും റെയിൽവേയുടെയും പിതാവായി അറിയപ്പെടുന്ന ഇംഗ്ലണ്ടുകാരനായ ജോർജ് സ്റ്റീഫൻസൺ ആണ്. 1781 ജനിച്ച അദ്ദേഹം ലോകത്തിലെ ആദ്യ വിജയകരമായ സ്റ്റീം ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ച എഞ്ചിനീയറായിരുന്നു. ട്രെയിനിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ കനികളിൽ കുതിരകൾ വലിക്കുന്ന വണ്ടികൾ മരപ്പാളങ്ങളിലൂടെ ഓടിച്ചായിരുന്നു കൽക്കരി കൊണ്ടുപോയിരുന്നത്. പിന്നീട് മരപ്പാളങ്ങൾക്ക് പകരം ഇരുമ്പ് പാളങ്ങൾ വന്നു. ഇതോടെ ഭാരമേറിയ ചരക്കുകൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചു. റിച്ചാർഡ് ട്രെവിത്തിക് ആദ്യത്തെ സ്റ്റീം ലോക്കോമോട്ടീവ് പരീക്ഷിച്ചു. അത് ചരിത്രത്തിലെ വലിയൊരു നേട്ടമായിരുന്നെങ്കിലും അത്ര വിജയകരമായിരുന്നില്ല. 1825 ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച ലോക്കോമോഷൻ നമ്പർ 1 ലോകത്തിലെ ആദ്യ പൊതുജന റെയിൽവേയിൽ സർവീസ് നടത്തി. ഇത് റെയിൽവേ ചരിത്രത്തിലെ പുതിയ അധ്യായമായിരുന്നു. അതിനുശേഷം 1830 ഇംഗ്ലണ്ടിലെ ലിവർപൂളിനെയും മാഞ്ചസ്റ്ററിനെയും ബന്ധിപ്പിച്ച റെയിൽവേ പാത തുറന്നു. യാത്രക്കാരെയും ചരക്കുകളെയും ഒരുപോലെ കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ വിജയകരമായ റെയിൽവേ പാതയായിരുന്നു ഇത്. ഈ വിജയത്തിന് പിന്നാലെ യൂറോപ്പിലും അമേരിക്കയിലും പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി റെയിൽവേ അതിവേഗം വ്യാപിച്ചു. ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 മുംബൈയിലെ ബോറി ബന്ദറിൽ നിന്ന് താനെ വരെ ഏകദേശം 34 കിലോമീറ്റർ ദൂരം 3 സ്റ്റീം എഞ്ചിനുകളുടെ സഹായത്തോടെ ട്രെയിൻ ഓടി. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ആദ്യ അധ്യായം അതായിരുന്നു. ഇന്ന് സ്റ്റീം എഞ്ചിനുകൾക്ക് പകരം ഡീസൽ, ഇലക്ട്രിക്, അതിവേഗം ബുള്ളറ്റ് ട്രെയിനുകൾ വരെ ലോകത്ത് സഞ്ചരിക്കുന്നു. മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗത്തിൽ ഓടുന്ന ട്രെയിനുകൾ വരെ ഇന്ന് മനുഷ്യൻ വികസിപ്പിച്ചിരിക്കുന്നു. ട്രെയിൻ എന്ന കണ്ടുപിടുത്തം മനുഷ്യരുടെ യാത്രയെയും വ്യാപാരത്തെയും വ്യവസായ വിപ്ലവത്തെയും വൻതോതിൽ മാറ്റിമറിച്ച ഒരു സാങ്കേതിക അത്ഭുതമാണ്. ഇന്നും ലോകത്തിൻ്റെ പുരോഗതിയിൽ റെയിൽവേക്ക് അതീവ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.